എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസവും നല്ലതാക്കി തീർക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ദിവസം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നേരം പുലർന്നു വരണതേ ഉള്ളൂ. ഇനി വിളക്കെല്ലാം തേക്കണം. അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിട്ടയോടെ കൊണ്ടുപോകുമ്പോഴേക്കും അതുപോലെ തന്നെ മാക്സിമം കൊണ്ടുപോകാനായിട്ട് നമുക്ക് ദൈവം കൂടെ സഹായിക്കും. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. അസുഖമെന്ന് വെച്ചാൽ നല്ല ചുമയെന്ന് പറഞ്ഞാൽ കേശുവിനൊക്കെ ഭയങ്കര ചുമയായിരുന്നു. അയ്യോ, എനിക്കും ഉണ്ട് ചുമ. അമ്മയ്ക്ക്, ചേട്ടന് എല്ലാവർക്കും ചുമയും ജലദോഷവും. അങ്ങനെ ഹെൽത്ത് പരമായിട്ട് ആർക്കും അത്ര സുഖമൊന്നുമല്ല. പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ രീതിയിൽ പനിയുണ്ടോ എന്ന് ചോദിച്ചാൽ പനിയില്ല, പക്ഷെ ബാക്കി എല്ലാ അസുഖങ്ങളും ഉണ്ട്. ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ കിടന്നാൽ എഴുന്നേക്കാൻ പാടാണ്. ആ രീതിയിലുള്ള അസുഖം ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര നടുവേദന, കാലുവേദന, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ തൂത്തൊക്കെ വാരിയതാണ്. കേശു വീണ്ടും എന്തൊക്കെയോ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. എപ്പോഴും ഇത് തന്നെ. വീട് ഒതുക്കി പറക്കി വെച്ചിരുന്നാലും കുറച്ച് കഴിയുമ്പോഴേക്ക് വീട് കണ്ടാൽ അയ്യോ ഇത് തൊഴുത്താണെന്ന് തോന്നും. ആ രീതിയിൽ കേശുക്കുട്ട അവിടെ സാധനങ്ങൾ ഫുള്ള് നിരത്തിയിടും. അപ്പോൾ എനിക്ക് വീണ്ടും അടിച്ചു വാരി എടുക്കേണ്ട അവസ്ഥ വന്ന് ഞാൻ നല്ല വഴക്കം കൊടുക്കണുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അമ്മ അവിടെ അരിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കലത്തിൽ ആ ചോറ് ഊറ്റി വടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് അല്ലാണ്ട് ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചോറ് അടുത്ത കലത്തിൽ അതിനുള്ള വെള്ളവും അവിടെ ആയിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ മീനുണ്ടായിരുന്നു. തലേ ദിവസം വെച്ച അയല മീനിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് തിളപ്പിച്ച് വയ്ക്കണം. അതൊക്കെയാണ് രാവിലത്തെ പരിപാടി. പിന്നെ നാളെ കരിക്കകത്ത് പൊങ്കാലയാണ്. അപ്പോൾ എനിക്ക് പൊങ്കാല ഇടാനായിട്ട് പോകണം. അപ്പോൾ എനിക്കതുകൊണ്ട് മീനൊന്നും കൂട്ടിക്കൂടെ വ്രതമാണ്. അങ്ങനെതാ ഈ ഒരു കലത്തിലാണ് ഇന്നലത്തെ ചോറമ്മ ഊറ്റി വടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചരുവ് അവിടെ വെറുതെ വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തെ കലത്തിലാണ് ഇന്ന് ചോറ് വയ്ക്കാനുള്ള അരി ഇടാനായിട്ട് പോണത്. അപ്പോഴേക്കും നമുക്ക് ഊറ്റി വടിച്ച ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തിളച്ചാൽ മാത്രം മതിയല്ലോ, തിളച്ച് വേവാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തലേ ദിവസം ബാലൻസ് വന്ന ചോറിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പിറ്റേന്ന് അതിനിങ്ങനെ ഊറ്റി വടിക്കും. അല്ല അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് അതിനാവി കയറ്റി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഊറ്റി ഒഴിച്ച് ചോറ് മതിയാവും ഇന്ന്. കാരണം ഇവിടെ ആർക്കും ചോറ് വലിയ ഇറക്കമൊന്നുമില്ല ഇപ്പോഴും. പിന്നെ എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എനിക്കായിട്ട് അമ്മ വേറെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായ ഇട്ട്, രാവിലെ പ്രത്യേകിച്ച് നമുക്ക് ഈ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോഴേക്ക് ഒരു ചൂട് വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ ഭയങ്കര സുഖമാണ്. അങ്ങനെ ചായ കുടിച്ചോളാൻ വയ്യാതെ ഇരുന്നാണ് ചായ ഇട്ടത്. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിക്കണം. പിന്നെ കേശുവിനുള്ള പാലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ചോദിക്കും, അമ്മേ പാപ്പി കൊണ്ടുതാന്ന്. വയസ്സ് 4 ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല. ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ഇനി 1 മാസമേ ഉള്ളൂ കേശു സ്കൂളിൽ പോകാനായിട്ട്. അത് ആലോചിക്കുമ്പോഴേക്കും ഈശ്വര, മോൻ പെട്ടെന്ന് വളർന്ന പോലെയും തോന്നുന്നുണ്ട്. അംഗൻവാടിക്കാരൻ മാറിയപ്പോഴേക്ക് അംഗൻവാടിയിൽ ഇനി 1 മാസമല്ലേ ഉള്ളൂ. അതാകുമ്പോൾ നമ്മുടെ തൊട്ട് കണ്ണും മുന്നിലായിരുന്നു. ഇനി മൺവിളയിലാണ് മോൻ്റെ സ്കൂള്. ഒരു 2 കിലോമീറ്റർ അപ്പുറമേ ഉള്ളൂ. എന്നാലും സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിള്ളേരിങ്ങനെ പെട്ടെന്ന് വലുതാവും പോലെ തോന്നും. അതുപോലെ കൊച്ചായിട്ട് നമ്മളിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടന്ന ആൾക്കാർ പെട്ടെന്നല്ലേ ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോണത്. 1ാം ക്ലാസ്സിലായി, 2ലായി, 3ലായി, പെട്ടെന്ന് ആൾ 10ലും ആവും. അപ്പോൾ നമ്മളിന്ന് മിസ് ചെയ്യാൻ പോണത് മോൻ്റെ ഈ കുസൃതിയും കുറുമ്പൊക്കെ ആയിരിക്കും. അങ്ങനെ തലേ ദിവസം വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്ന ചീരയാണ് ഇത്. അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്ന ചീരയാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് ചന്തയിൽ കൊണ്ടുവന്ന ചീരയായിരുന്നു. നല്ല ചീരയായിരുന്നു. അപ്പോൾ ഞാനും ഇപ്പോൾ ഇവിടെ കുറേ പച്ചച്ചീരയല്ല, ചുവപ്പ് ചീരയുടെ വിത്ത് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ മുളച്ച് വരണുണ്ട്. വിത്ത് ഞാൻ വാങ്ങിയതല്ല, അവിടെ ഒരു ചീരത്തൈ നിന്നതിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിന് ചീരത്തൈ അല്ല, ചീര ഇങ്ങനെ ഒരു ചീര നിന്ന് ഉണങ്ങി അങ്ങനെ ആവുമല്ലോ. അപ്പോൾ ചീര അതോടെ ഞാൻ അതിൽ നിറയെ വിത്തും ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് അവിടെ അടിച്ചു കുടഞ്ഞിട്ടിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ അവിടെ ആയിട്ടൊക്കെ പൊടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇന്നലത്തെ മീൻ അവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മീനൊക്കെ വെച്ചിട്ട് അന്ന് കഴിക്കണേക്കാളും അതിൻ്റെ പിറ്റെന്നൊക്കെ ഇങ്ങനെ ചൂടാക്കി തിളപ്പിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര രുചിയാണ്. അപ്പോൾ അമ്മ ചീര അരിയണത് ഞാനും അവിടെ അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ചീര കട്ട് ചെയ്തിട്ടുള്ളൂ. വലുതായിട്ട് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്തും കിട്ടൂല, ചെറിയ പാട് പോലെ തോന്നുമല്ലോ. അപ്പോൾ അമ്മ അവിടെ അമ്മയുടെ സൗകര്യത്തിന് അവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി ഇതിനെല്ലാത്തിനും തേങ്ങ വേണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് തേങ്ങ തിരുവാന്ന് വിചാരിച്ചു. അപ്പോൾ ജോലി പെട്ടെന്ന് തീരണം നമുക്ക്. എങ്ങനെയായിരുന്നാലും അടുക്കളയിൽ ഇങ്ങനെ മൊത്തത്തിൽ കിടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ജോലി എങ്ങനെയായിരുന്നാലും 9:30-10 മണിയാകുമ്പോഴേക്ക് തീരും. ഇപ്പം ഞങ്ങളുടെ ജോലി എന്നല്ല, സാധാരണ എല്ലാ ആൾക്കാരുടെ ജോലി ആ സമയത്ത് തീരുമായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവോ, അതല്ലേ പറയാനും പറ്റും കോൺഫിഡൻസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളും കൂടെ ഇതേപോലെ സഹായത്തിനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെറുപറ ജോലികൾ തീരണത് പോലും നമ്മളറിയില്ല. അങ്ങനെ ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയുമായിരുന്നു. കടലക്കറി തലേദിവസം രാത്രി പുട്ടിനായിട്ട് കടലക്കറിയായിരുന്നു വെച്ചത്. അപ്പോൾ ആ കടലക്കറി ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ കാപ്പിക്ക് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സമയമാകുമ്പോഴേക്ക് അപ്പം ചുട്ടെടുത്താൽ മാത്രം മതി. കേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് അപ്പം. എല്ലാ ദിവസവും ചോദിക്കും, അമ്മ ഇന്ന് അപ്പം ചുട്ടില്ലേന്ന്. അപ്പം മാത്രം പോരാ, അതിൻ്റെ നടുക്ക് മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അമ്മ അവിടെ തോരത്തിനുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സവോളയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൽ തേങ്ങാപ്പീരയും കൂടെ ഇട്ട് ഇതേപോലെ ഒന്ന് വിരവി എടുത്തിട്ടുണ്ട്. ഇനി ആ കടുകൊക്കെ താളിച്ചിട്ടിരിക്കുന്ന ആ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അങ്ങ് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി അങ്ങ് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുമെന്ന് അറിയാമല്ലോ, അതേപോലെ വെച്ചിട്ട് അങ്ങ് അടച്ചിട്ടിരുന്നാൽ മതി. പക്ഷേ ഫ്ലെയിം നല്ല ലോ ആക്കി വെച്ചിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് നല്ല പണി കിട്ടും. പിന്നെ അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി. അത് സൗകര്യപൂർവ്വം അവിടെ ഇരുന്ന് അതായിക്കോളും. അമ്മ അതാ പേപ്പർ വായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേപ്പർ വരുത്തുന്നതിൽ അമ്മ മാത്രമാണ് പത്രം വായിക്കണമെന്ന് തോന്നുന്നത്. ഞാൻ ആ സംഭവം കൈകൊണ്ട് പോലും എടുക്കാറില്ല. വെളിയിൽ കൊണ്ടിടുമ്പോഴത്തേക്ക് എടുത്ത് അകത്ത് കൊണ്ടിടണത് തന്നെ. പത്രം വായിക്കാറേ ഇല്ല. അത് നല്ല ശീലമാണോ അഴുക്ക് ശീലമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് വായിക്കുമ്പോഴേക്കും ഭയങ്കര നെഗറ്റിവിറ്റി തോന്നും. ആ പത്രം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇന്ന ആൾ ഇന്ന രീതിയിൽ മരിച്ച്, അവരുടെ ബന്ധുക്കൾ കരയണത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ന്യൂസുകളായിരിക്കും. ദുരന്തങ്ങൾ മാത്രം അവർ വലിയ ഹെഡിങ്ങായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾക്കായിരുന്നാലും അതൊക്കെ വായിക്കാനും കേൾക്കാനുമാണല്ലോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിങ്ങനെ കിണ്ടി അടുത്ത് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടിയും അതും ഇതുമൊക്കെ ഇട്ട് ഏകദേശം അല്ല, ചീര വെന്തിരിക്കുകയാണ് എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട്. ഇനി അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ പാത്രം കഴുകി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം നനവൊക്കെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചളിച്ചു പോകില്ലേ ചീര. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ വെക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ചൂടിൽ ഒരു 4 മണിയാകുമ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് ചളിച്ച് പോകും പോലെ തോന്നും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് നേരെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും. രാത്രി വേണമെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പിറ്റേന്ന് എടുക്കാമല്ലോ. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ കത്തിക്കാനുണ്ടായിരുന്നത്. ആ ഒരു മൂലയാണ് വേസ്റ്റ് കത്തിക്കുന്ന മൂല. അവിടെ ഇട്ട് എല്ലാ സംഭവങ്ങളൊക്കെ കത്തിക്കണമുണ്ട്. പിന്നെ ഇനി ഒരു രസം വെക്കണം. അപ്പോൾ രസം ഇന്ന് എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് ആ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, പച്ചമല്ലി, കുറച്ച് വറ്റൽമുളക്, പിന്നെ അതൊരു കായമാണ്. അപ്പോൾ ഒരു കായത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കല്ലുപ്പ് വേണം. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഒരുമിച്ചെടുത്ത് വറുത്ത് പൊടിച്ച് രസം വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണവുമാണ്. നമ്മൾ ആ തമിഴ്നാട് സ്റ്റൈൽ രസം പോലെയൊക്കെ തോന്നും. കിഡിലൻ രസമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഞാൻ കുരുമുളക് ഇതിലിടണത് കാണിക്കാനായിട്ട് വിട്ടുപോയി. പക്ഷേ ഞാൻ ലാസ്റ്റ് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് തോരമ്പരിപ്പ് വേണം. അത് ഒരു പിടിയൊന്നും വേണ്ട, അതിൽ താഴെ മതി. അപ്പോൾ തോരമ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉഴുന്നും വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഉഴുന്ന പരിപ്പ് ഇട്ടില്ല. ഇനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കും. കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. നല്ല ജലദോഷവും കാര്യമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല ചെറിയ ചൂട് രസം കുടിക്കുമ്പോൾ കിട്ടണ ഒരു ആശ്വാസം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നല്ല ഇളം ചൂട് കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ മൂപ്പിക്കാനായിട്ട് ഇട്ടപ്പോഴും കുരുമുളകിൻ്റെ കാര്യം വിട്ടുപോയി. അപ്പോൾ ഇത് മൂത്ത് വന്ന സമയത്താണ് അയ്യോ കുരുമുളക് ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെയാണ് കുരുമുളകും കൂടെയൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് വറുത്ത് കോരി എടുത്തത്. അപ്പോൾ കല്ലുപ്പും കൂടെ ആയതുകൊണ്ട് നമുക്ക് കല്ലുപ്പും കൂടെ അതിലിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ മഞ്ഞളൊക്കെ പൊടി ആയതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല. അറിയാമല്ലോ, എനിക്ക് അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ രസമൊക്കെ നമുക്ക് എന്തൊക്കെ രസത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലേ, ഒരു 100 ഫ്ലേവറിൽ രസം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇന്നലെ വാങ്ങിച്ച കൊഞ്ചിരിപ്പുണ്ട്. അമ്മ അത് തോരൻ വെക്കാനായിട്ട് അവിടെ സവോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിവിടെ രസം വെക്കുന്ന ജോലി ഏറ്റെടുത്തത്. അപ്പോൾ രണ്ടുപേരും കൈയൊഴിയാണ്ട് ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ജലദോഷം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തില്ലേ, ജലദോഷം തോന്നുന്ന സമയത്ത് തന്നെ ആവി പിടിക്കണം, മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കുറച്ച് പപ്പായയുടെ ഇലയും കൂടി ഇട്ട് ആവി പിടിച്ചാൽ നല്ലതാണെന്ന്. ഞാനങ്ങനെ ആവി പിടിച്ചു കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോൾ മാറൂല, കാരണം ജലദോഷമൊക്കെ നല്ല കടുത്ത് പോയി. ആ ആവി പിടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനിതാ ഈ സംഭവങ്ങൾ എല്ലാം കൂടെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഒന്ന് അരച്ചെടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും, ഇതെല്ലാം കൂടി തെറിച്ചങ്ങ് വരും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒരിക്കൽ കടലപ്പായസം കോവിഡ് സമയത്ത് വെച്ചിട്ട് എൻ്റെ ദേഹം മൊത്തം പൊള്ളിപ്പോയതാണ്. ഞാനിങ്ങനെ കടല കുക്കറിൽ വേവിച്ചതിന് ശേഷം അന്ന് വരെ ഞാൻ കടലപ്പായസം വെച്ചിട്ടേ ഇല്ല, അമ്മയാണ് ഇവിടെ വെക്കണത്. അപ്പോൾ കോവിഡ് സമയത്ത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒക്കെ നിന്നിട്ട് പറഞ്ഞ് ഒരു കടലപ്പായസം വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ച്. അപ്പം നമുക്കൊരു എക്സ്ട്രാ ഒരു ഇത് വരുമല്ലോ, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ വെക്കാമെന്ന് വെച്ചിട്ട് കടല കുക്കറിൽ വേവിച്ചതിന് ശേഷം ഒരടി അടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അതോടെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. എൻ്റെ മുഖവും കഴുത്തും ദേഹം മുഴുവൻ ആ കടല ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. മുഖമൊക്കെ ഫുള്ള് പൊള്ളിപ്പോയി. പിന്നെ ഇങ്ങനെ മുഖം മാറി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ സത്യത്തിൽ ചെറുതേനിട്ടാണ് എൻ്റെ മുഖത്തുള്ള ആ പാടുകൾ ഫുള്ള് മാറിയത്. അപ്പോൾ അതിനുശേഷം എനിക്കെല്ലാം പേടിയാണ്. നമുക്ക് പറയില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണെന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെത്. അപ്പോൾ ഞാൻ എന്താ ഒരു കല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രസം വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൊച്ചു കലത്തിൽ വെക്കാമെന്ന് വിചാരിച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് ഇഞ്ചി ഇട്ടില്ല, ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട്, ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തനെ. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്ത് ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതിട്ട് കൊടുത്ത്, പിന്നെ 2 സാമ്പാർ മുളക് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ സാമ്പാർ മുളക് എന്നാണ് പറയണത്, ആ വെള്ള മുളകില്ലേ, വെള്ള ഉണ്ട മുളക്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി, തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ ഇളക്കി എടുത്തിട്ട് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ആയപ്പോഴേക്കും ആ പുളി കുറച്ച് കുതിർന്നിട്ട് അതിൻ്റെ നമുക്കിങ്ങനെ ഞെരടി പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും പുളി വരുന്ന രീതിയിലായി. അങ്ങനെ ആ പുളിവെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ ഉള്ള ആ രസക്കൂട്ട് അവിടെ തയ്യാറായിരിക്കുകയാണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ട് ആ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസത്തിൻ്റെ മണം വരും കേട്ടോ. അപ്പോൾ ഇനി ഈ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് രസപ്പൊടിയായിട്ട് ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഇനി ഇതുപോലെ രസപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട്. ഇനി ഇതിനാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞൾ, അതെല്ലാം വറുത്ത് പൊടിച്ചതുകൊണ്ട് മഞ്ഞളൊന്നും ഇട്ട് കൊടുത്തില്ല. ഇനി ഒരു അല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആ സംഭവങ്ങളെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ടിടണം. നമ്മൾ കല്ലുപ്പും കൂടെ ഇട്ട് വറുത്ത് പൊടിച്ചിരിക്കുകയാണ്. പിന്നെ ഇനി നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലേക്ക് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ അതിൽ ആ കൂട്ടും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയിരുന്നു. സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് തിളപ്പിക്കാതെ എടുക്കണം. അപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ അധികം രസം തിളപ്പിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് കാണിച്ച ഒരു തുണ്ട് ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇതെല്ലാം നല്ല ബാലൻസ് ആവും. ഇനി ഒന്ന് ഇളക്കി തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഈ പുളിയൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും പോലെ വരും. അപ്പോൾ തിളയ്ക്കും എന്ന് നമുക്ക് തോന്നണ ഒരു സമയമില്ലേ, ആ സമയത്തേക്ക് ആകുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനൊന്നങ്ങ് മാറ്റിക്കണം. അപ്പോഴേക്ക് നല്ല കിടിലനായിട്ടിരിക്കും. ഈ രസമായിരുന്നാലും ഇന്ന് കൂട്ടണേക്കാളും നാളെ രാവിലെ നാളെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടെ ഇറങ്ങി നല്ല കിടിലനായിട്ടിരിക്കുന്നത്. അപ്പോൾ രസം വെച്ച് ഇറക്കിയപ്പോഴത്തേക്ക് അമ്മ ആ അടുപ്പിൽ തന്നെ കൊഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊഞ്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും. വേവാകുമ്പോഴേക്കാണ് അതിൽ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ സവാള മൊത്തം വെന്ത് കിഴിഞ്ഞു പോകും. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഇനി അരപ്പും കൂടി ഇട്ട് കൊടുക്കണം. അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീര, അതിലേക്ക് വറുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ടാണ് അരപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഇളക്കി കൂട്ടി കുറച്ചൊന്ന് വെള്ളം വറ്റുമ്പോഴേക്കും നമ്മുടെ ഈ അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടും കൂടെ അതിലേക്കിട്ട് ഇളക്കി എടുത്താൽ ഉണ്ടല്ലോ കിടിലൻ കൊഞ്ച് തോരനാണ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നമ്മുടെ രസം അവിടെ റെഡിയായിട്ട് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. കൊഞ്ച് തോരനും റെഡിയായി.
ചോറൊക്കെ കഴിച്ചതിന് ശേഷം നേരെ സുനിതേച്ചിയുടെ വീട്ടിലോട്ടാണ് പോയത്. കേശുവിന് അവിടെ പോയി കുറച്ച് സമയമെങ്കിലും ഒന്ന് കളിക്കണം. അപ്പോൾ അവിടെ ചേച്ചി കുറച്ച് ദിവസം കൊണ്ട് പറയാനുണ്ടായിരുന്നു കോവയ്ക്കയുടെ തൈ നിൽപ്പുണ്ടെന്ന്. ഞാൻ എന്നും ചോദിക്കും കോവയ്ക്കയുടെ തൈ, അവിടെ ഇഷ്ടംപോലെ തൈ നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ സമയമാകുമ്പോഴേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് വെച്ചിട്ട് മറന്നു. അങ്ങനെ ഇന്ന് എന്തായിരുന്നാലും കോവയ്ക്കയുടെ ഒരു തൈ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിതാ ഇവിടെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമാണ്. എന്നുവെച്ചാൽ രാവിലെ വിളക്ക് തേക്കുമ്പോഴായിരുന്നാലും അങ്ങനെ ഇങ്ങനെ, പിന്നെ തുണി കഴുകണ വെള്ളമൊക്കെ ആയിരുന്നാലും എപ്പോഴും ആ ഭാഗത്ത് വെള്ളം വീഴും. അങ്ങനെ ഞാൻ അവിടെ തന്നെ കൊണ്ട് കുഴിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ആ നിൽക്കുന്നത് ഞവരയിലയാണ്. ഇഷ്ടംപോലെ ഞവരയില നിന്നതാണ്. ഞാൻ ചില സമയത്ത് ഒരു പ്രാന്ത് വരുമല്ലോ, അങ്ങനെ എല്ലാം കൂടെ വലിച്ചു പുഴുത് കളഞ്ഞ് ഇപ്പോൾ വീണ്ടും ഞവരയിലയ്ക്ക് വേണ്ടി കിടന്ന് ഓടണുണ്ട്. പിന്നെ അത് രാമതുളസിയാണ്. ഇവിടെ രാമതുളസി നല്ലതുപോലെ നിന്നതാണ്. കേശു അതിൽ ചെന്ന് കൊണ്ടുവന്ന് ഓരോ കമ്പെടുത്തിട്ട് അടിക്കും. പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിൽ അതിനെ അടിച്ച് രാമതുളസിയും പോയി, കൃഷ്ണതുളസിയും പോയി, എല്ലാം പോയി. ഇപ്പം തുളസി എന്ന് പറഞ്ഞൊരു സംഭവമേ വീട്ടിലില്ല. അപ്പോൾ ഇനിതാ ഞാൻ എന്തായാലും ഒരു രാമതുളസിക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ കമ്പൊടിച്ച് വെച്ച് നമുക്ക് മുളപ്പിക്കാനായിട്ട് പറ്റും. കൃഷ്ണതുളസി അങ്ങനെ പറ്റുകയില്ല. അപ്പോൾ അതേപോലെ ഞാനൊരു കമ്പൊടിച്ചുകൊണ്ട് വന്നതാണ് സുനിതേച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇനി കുറച്ച് തുണികൾ അലക്കാനായിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനിൽ എല്ലാ തുണിയും ഇടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അല്ലാത്ത തുണികൾ ഇങ്ങനെ കല്ലിൽ അലക്കാറ് തന്നെയാണ് പതിവ്. ഇപ്പോൾ മെഷീനിൽ അലക്കി ഭയങ്കര മടിയാണ് കല്ലിൽ തുണി അലക്കാനായിട്ട്. എന്തായാലും വേറെ നിവൃത്തിയില്ല, അലക്കിയേ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് ചേട്ടനൊരു മുണ്ടുണ്ട്, ചേട്ടൻ്റെ 2-3 ടീഷർട്ടുണ്ട്. ചേട്ടൻ്റെ തന്നെയാണ് കൂടുതൽ. പിന്നെ എൻ്റെ ഒരു ടോപ്പുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും അതിലേക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെ ഇങ്ങനെ കല്ലിൽ വെച്ച് തേച്ചൊരച്ച് ഒന്ന് കഴുകിയാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ സോപ്പിട്ട് ഇത്രയും പതപ്പിക്കണമെന്നൊന്നും ഇല്ല. കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൽ മുക്കി വെച്ച് എടുത്താലും മതി. കാരണം ഇതൊന്നും വലിയ അഴുക്കാവണതല്ലല്ലോ, വിയർപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും അങ്ങൊന്ന് തേച്ച് കഴുകി കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ കളർ കുറച്ച് ഇളവണ സംഭവങ്ങളൊന്നും നമുക്ക് മെഷീനിൽ ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാം ഇതേപോലെ കല്ലിൽ അലക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ അലക്കണ വെള്ളവും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെള്ളം ആ സൈഡ് വഴിയൊക്കെ പോകും. ബാക്കിയുള്ളത് ഇതേപോലെ വെള്ളം എടുത്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് പറയും പോലെ തുണി കഴുകണ വെള്ളം നമുക്ക് പാഴായി പോവുകയില്ല, അവിടെ പോവുകയില്ല. അതിൻ്റെ ആ സംഭവങ്ങളുടെ കൂട്ടിൽ തന്നെ കറക്റ്റായിട്ട് അങ്ങ് ചെല്ലുകയും ചെയ്യും. അങ്ങനെ അലക്ക് ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മടിയാണ് ഇപ്പോൾ തുണി അലക്കാനായിട്ട്. മെഷീനിലിട്ടിട്ട് അതൊരു ശീലമായിപ്പോയി. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ നല്ല കൂളായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര മടിയരായിട്ട് മാറുന്നതും. ചെറുതായിട്ട് എന്തെങ്കിലും അതിനൊക്കെ പറ്റിപ്പോയാൽ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇനി തുണിയൊക്കെ അലക്കി ഒന്നും കൂടെയൊക്കെ ഒന്ന് മേലൊക്കെ കഴുകണം. രാത്രി ഒന്ന് കരിക്കകത്തോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ മോനെ കൊണ്ട് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷം മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. ഷോപ്പ് അടച്ച് വരുമ്പോഴേക്ക് കുറച്ച് താമസിക്കും. പിന്നെ എൻ്റെ കറിവേപ്പില കണ്ടില്ലേ, ഞാനത് നശിച്ച് പോട്ടെന്നും പറഞ്ഞ് വലിച്ച് പുഴുത് കളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അത് നല്ല ശക്തിയായിട്ട് മുളച്ച് വരണുണ്ട്. ഇനി എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല. പിന്നെ ഈ മുണ്ടൊക്കെ ഒന്ന് ഇനി സോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പിഴിഞ്ഞ് വിരിക്കണം. ഇതാണ് ഇനിയത്തെ ജോലി. ഇതും കൂടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജോലികൾ ഏകദേശമൊക്കെ അങ്ങ് ഒതുങ്ങിക്കോളും. അപ്പോൾ ഇങ്ങനെ തുണിയൊക്കെ എല്ലാം അലക്കി കഴിഞ്ഞ് ഇനി ചേട്ടൻ വന്നിട്ട് നമ്മളിതാ കരിക്കകത്ത് പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആറ്റുകാലം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പക്ഷെ കരിക്കകം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്താണ്. എനിക്ക് ഒരു 5 കിലോമീറ്ററിനകത്താണ്. ആ ഒരു ചുറ്റളവിലാണ് കരിക്കകം വരണത്. അപ്പോൾ ലുലു കഴിഞ്ഞാൽ അടുത്ത് കരിക്കകമാണ്. അങ്ങനെ വൈകുന്നേരം അല്ല 8:45 മണിയായി. അപ്പോഴേക്ക് ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഇറങ്ങുമ്പോഴുള്ള ജംഗ്ഷനാണ് തമ്പുരാൻ നട. അപ്പോൾ തമ്പുരാൻ നട കഴിഞ്ഞ് നേരെ പോകുമ്പോഴേക്ക് അടുത്ത് ലുലു കാണാം. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ വേറൊരു ഏരിയ പോലെയാണ്. ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിപ്പോയി നമ്മുടെ സ്ഥലമെല്ലാം.
മൊത്തം വയലും തോടുമൊക്കെ ആയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെയായി. അങ്ങനെ ഞങ്ങളിതാ കരിക്കകം ഏകദേശം എത്താറായി. ഇവിടം തൊട്ട് അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. വഴിയിലെല്ലാം അവിടെ ആയിട്ട് കരിക്കകത്തമ്മയുടെ ഫ്ലക്സും ഒക്കെ വെച്ചിട്ട് എല്ലാം പൊങ്കാലയുടെ സമയവും കാര്യങ്ങളും ഉത്സവവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മളൊരു 1/2 മണിക്കൂർ ഇതായി ഇവിടെ ബ്ലോക്കിൽ കിടന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ബ്ലോക്ക് തുടങ്ങുന്നിടത്ത് വെച്ചിട്ട്. അപ്പോൾ ചേട്ടൻ 1-2 പ്രാവശ്യം പറഞ്ഞതാണ് വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് നടക്കാമോ എന്ന്. മോനാണെങ്കിൽ രാത്രി ആയ പിന്നെ ഒട്ടും നടക്കൂല. അങ്ങനെ പിന്നെ മാക്സിമം പോകാൻ പറ്റുന്നിടത്തോളം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്ന് അമ്പലത്തിനകത്ത് വരെ നമുക്ക് വണ്ടിയിൽ വരാനായിട്ട് പറ്റി. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്കും അപ്പോൾ എന്തോ അവിടെ അമ്മയുടെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒരു ബഹളം തന്നെ. പിന്നെ ഇതാ അവിടെ കാണാൻ പറ്റിയ കാഴ്ചയാണ്. കുറേ കൃഷ്ണന്മാരെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഇരിക്കണ കണ്ടപ്പോഴേക്ക്. അടുത്ത മാസം വിഷു അല്ലേ, അത് പ്രമാണിച്ചായിരിക്കും ഇത്രയും കൃഷ്ണനെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതാ പൊങ്കാലക്കലങ്ങളെല്ലാം അവിടെ നിരന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യം പൊങ്കാലക്കലം വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ മടിച്ച്. മോന് കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ ഫോണ് കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് ഇത് വണ്ടിയിൽ നമ്മൾ സ്കൂട്ടറിലല്ലേ വന്നത്, അപ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മുടെ വീട്ടിനടുത്ത് കടയുടെ അടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്പലത്തിൻ്റെ 2 സൈഡും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട കൃഷ്ണന്മാരാണിതെല്ലാം. പിന്നെ കൃഷ്ണനുണ്ട്, ബുദ്ധനുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, കിടിലനായിട്ടുണ്ട്. എനിക്ക് ആ നീലകൃഷ്ണനിൽ ചെറിയൊരു കണ്ണുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അവിടെ കൃഷ്ണന്മാർ 2 പേരുണ്ട്. അതുകൊണ്ട് ചേട്ടനിങ്ങനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിൽക്കുകയാണ്. എന്ത് സാധനം വാങ്ങിക്കാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തില്ലെന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. അതുപോലെ 2 സൈഡും റോഡിൻ്റെ ഇരുവശത്തായിട്ടും കച്ചവടക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തിരക്കോ, ഭയങ്കര തിരക്ക്, ഒരു രക്ഷയുമില്ല. അകത്തോട്ടൊക്കെ പോകാനായിട്ട് തിരക്ക് കണ്ടില്ലേ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലന്നീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനക്കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം. കേശവട്ടെ ഇങ്ങനെ കണ്ടിട്ടില്ല. നാറ്റുകാലിപ്പോൾ എപ്പോഴും ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ സ്റ്റേജ്. സൈഡിലായിട്ട് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോലും. അപ്പോൾ ആർക്കും അങ്ങനെ അധികം കാണാനായിട്ട് പറ്റില്ല, ഇത്രയും ദൂരം നിന്നല്ലേ കാണേണ്ടതും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ക്രീൻ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസത്തെ കാഴ്ചയാണ് പൊങ്കാലയുടെ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ രാത്രി ഒരു രക്ഷയുമില്ല. അങ്ങനെ നമ്മൾ വേറെ ഒന്നും വാങ്ങിയില്ല. കപ്പലണ്ടി കണ്ടപ്പോഴേക്ക് കപ്പലണ്ടി വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കപ്പലണ്ടി വാങ്ങി. പിന്നെ ഇന്ന് അവിടെ പ്രോഗ്രാം 10 മണിക്ക് എന്തോ ആണ്, 10 മണിക്കല്ല 9:30 എന്തോ ആണ് പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ കൊച്ചിൻ നവോദയയുടെ സ്കിറ്റാണെന്നുള്ളത്. നമ്മുടെ മനോജ് ഗിന്നസിൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മളത് തുടങ്ങി കുറച്ച് ഭാഗം കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അതൊരു 3 മണിക്കൂറത്തെ മെഗാ ഷോയാണ്. അത് കഴിയുമ്പോഴേക്കും ഒരു നേരമാവും. പിന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴാനോ അമ്പലത്തിൻ്റെ അങ്ങോട്ടോ അങ്ങനെ എങ്ങും പോയില്ല. അമ്പലത്തിൻ്റെ അങ്ങോട്ടോന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറാനോ ഒന്നിനും പോയില്ല. കാരണം നേരത്തേക്ക് കുളിച്ചിട്ടൊക്കെ വന്നതല്ലേ, നമ്മൾ അമ്പലത്തിൽ കയറാൻ കണക്കാക്കിയല്ല വന്നത്. എന്തായാലും പൊങ്കാലയ്ക്ക് വരുമ്പോഴേക്കും അമ്പലത്തിൽ കയറാം. ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് അമ്പലം. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് നടന്ന് എല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് മോനെ ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കലായിരുന്നു നമ്മുടെ ഉദ്ദേശം. പിന്നെ അമ്പലത്തിൽ കയറി തൊഴാനെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. നല്ല ക്യൂ ഇങ്ങ് കിടക്കുകയാണ്. ആ ക്യൂ പോലെ കാണില്ല, അമ്പലത്തിൽ കയറാനുള്ള തിരക്കാണ്. അപ്പോൾ ഇപ്പോഴെങ്ങും അവിടെ കയറി തൊഴുത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല. ഇപ്പോൾ തന്നെ സമയം 9 മണി 9:15 അപ്പോഴും ക്യൂ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കണതേ ഉള്ളൂ അമ്മയെ കണ്ട് തൊഴാനായിട്ട്.
പിന്നെ പിറ്റേ ദിവസമാണ് അമ്മ പുറത്തിറങ്ങണത്. അപ്പോൾ അതിനുള്ള രഥമാണിതാ അവിടെ തയ്യാറായി നിൽക്കുന്നത്. 10 മണിക്ക് എന്തോ ആണ് അമ്മ ഈ രഥത്തിൽ കയറി എല്ലാവരെയും കാണാനായിട്ട് പുറത്തെഴുന്നള്ളിക്കുന്നത്. പിന്നെ ഇനി കതിരുകാളയൊക്കെ വരാനുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പോകാനുള്ള രഥം അവിടെ തയ്യാറായിരിക്കുകയാണ്. ഫ്രണ്ടിൽ 2 സിംഹമുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു കൗണ്ടറിൻ്റെ അടുത്തൊക്കെ അങ്ങനെ അങ്ങ് നിലയുറപ്പിച്ച്, അപ്പോൾ തൊഴാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അവരെ ഇന്ന് നമ്മളായിട്ട് ചുമ്മാ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. പിന്നെ കളിപ്പാട്ടങ്ങൾക്ക് കണ്ടപ്പോൾ കേശുവിന് ചെറിയ മനമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴറിയാമല്ലോ, ബർത്ത്ഡേയും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരു വീട് നിറയെ കളിപ്പാട്ടം കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേശുവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനം വേണമെന്ന് പറയരുത്, ഇപ്പം തന്നെ കളിപ്പാട്ടങ്ങൾ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കേശു കുറേ നേരമൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ അങ്ങനെ ഇരുന്ന്, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചെണ്ട കണ്ടപ്പോൾ ആൾക്ക് വീണ്ടും ഒരു മനംമാറ്റം. അങ്ങനെ ചെണ്ട വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അവരുടെ പ്രോഗ്രാം, മനോജ് ഗിന്നസിൻ്റെയൊക്കെ പ്രോഗ്രാം തുടങ്ങാറായി. അപ്പോൾ കുറച്ച് സമയം നിന്ന് ഡാൻസൊക്കെ കണ്ടിട്ട് അപ്പോഴേക്ക് കൊട്ടുകാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കണ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെണ്ടയ്ക്ക് നമ്മൾ അല്ലാണ്ട് ഇതേപോലെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് 150 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇപ്പോൾ 500, 600, 1000 രൂപ വരെയൊക്കെയാണ് ഒരു ചെണ്ടയ്ക്ക് റേറ്റ് പറയണത്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോഴേക്ക് ടക്കനെ അവർ അതിന് 50% കുറയ്ക്കും, പിന്നെ 70% കുറയ്ക്കും. അപ്പോൾ നമുക്കൊരു കണക്കൂട്ടലുണ്ടല്ലോ, പ്രത്യേകിച്ച് അവിടെ കടയൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർ, ആ തറവാടകയും റെൻറ്റും ഒക്കെ കൊടുത്തിരിക്കുന്ന ആൾക്കാരെക്കാളും വിലയാണ് ഇതുപോലെ വന്നിരിക്കുന്ന ആൾക്കാർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കണേലും പറയണേലൊക്കെ ഒരു ന്യായമില്ലേ. അങ്ങനെ ഈ ഒരു ചെണ്ടയ്ക്ക് ആദ്യം അവർ 1000 റുപ്പീസ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ തർക്കിച്ചപ്പോഴേക്കും 500 ആക്കി. അങ്ങനെ പിന്നെ എന്തായാലും അവരൊന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അവർ ഒരു രക്ഷയുമില്ല, ഭയങ്കര റേറ്റുകൾ പറഞ്ഞ് നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ആനയാണ് കൂനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങനെ വെറുതെ ഇപ്പോൾ മോനിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അതിനിപ്പോൾ ചക്കയ്ക്ക് സ്വർണത്തിൻ്റെ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നേരത്തെ റോഡിൻ്റെ അപ്പുറ സൈഡുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇപ്പുറ സൈഡും ഉണ്ണിക്കണ്ണന്മാരങ്ങനെ നേരെ നിരിപ്പുണ്ട്. സത്യസായി ബാബയുണ്ട്, ഇടയ്ക്ക് ബുദ്ധനുണ്ട്, ഇടയ്ക്ക് ഗണപതി ഇരിക്കുന്നത് കണ്ടായിരുന്നു. എല്ലാം നമ്മൾ കണ്ടാൽ നമ്മളങ്ങ് വാങ്ങിച്ചു പോകും. ആ രീതിയിലാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രതിമകളെല്ലാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്ക് കുലുക്കി സർവത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് വാങ്ങിച്ചില്ലെങ്കിലും അവരുടെ ആ ഒരു ആക്ഷനും കാര്യങ്ങളും അത് ചെയ്യണ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതാണല്ലോ അതിൻ്റെ പ്രത്യേകത. അത് കാണാൻ വേണ്ടിയാണല്ലോ മിക്കവാറും പേര് അത് വാങ്ങാനായിട്ട് നിൽക്കണതും. പിന്നെ ഇവിടെ വന്നപ്പോഴേക്ക് പാമ്പ്, പല്ലി, പഴുത, പിന്നെ ഈ കിളി. ആ കിളി നല്ല രസമുണ്ട്. അയാളിങ്ങനെ പിടിക്കുമ്പോഴേക്ക് കിളി ഇങ്ങനെ ചാടി ചാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കേശുവിന് ചെറിയൊരു ഇതുണ്ട്. കേശു എന്നിട്ട് നേരെ എടുക്കാൻ പോയത് പാമ്പിനെയാണ്. അതൊക്കെ ഇങ്ങനെയാണ് കളിപ്പാട്ടം വാങ്ങിച്ച് കൊടുക്കുന്നത്. കാണുമ്പോൾ തന്നെ അയ്യോ എന്തോ പോലെ. അപ്പോൾ കിളി വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ അതൊന്നും വേണ്ട, അവൻ എടുക്കണതൊക്കെ കണ്ടില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല. അവിടെ കുറച്ച് സമയം നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. ഈ പറയും പോലെ ഇത്രയും നിൽക്കുന്ന ആൾക്കാരും വാങ്ങാനായിട്ട് നിൽക്കുന്നവർ കുറവായിരിക്കും, ബാക്കിയെല്ലാം കാഴ്ചക്കാരാണ് കൂടുതൽ. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് ഒരു പയ്യൻ്റെ അടുത്ത് വീണ്ടും തർക്കിച്ച് ഒരു ചെണ്ട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവനും ആദ്യം വാങ്ങിക്കൊള്ളാത്ത റേറ്റൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവസാനം പറഞ്ഞ് 150 രൂപയ്ക്ക് എന്തുവാണ് അവൻ അത് തന്നത്. അപ്പോൾ കേശുവിന് ഫുൾ ഹാപ്പി. കേശുവിന് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഒരു ചെണ്ട മാത്രമേ കിട്ടിയാൽ മതി അവനെ ഹാപ്പി ആക്കാനായിട്ട്. അങ്ങനെ ചെണ്ട ചെണ്ട കൈ കിട്ടിയത് കേശുവിൻ്റെ സ്വഭാവം മാറി. അതുവരെ മിണ്ടാതിരുന്ന ആളാണ്. പിന്നെ ഇപ്പുറ സൈഡ് കലവും ചട്ടിയൊക്കെ ഇങ്ങനെ നേർന്നിരിക്കണ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുമ്പോൾ 2 ദിവസം വേണ്ടേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുക്കണം ഞാനായതുകൊണ്ടാണ് എന്നെ കാണിക്കാത്തത്.
അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് എന്നെ കാണിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അനന്തക്കുട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു, അവൻ എനിക്ക് വീഡിയോ എടുത്ത് തരുമായിരുന്നു. അവനില്ലാതെ ആകുമ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ വീഡിയോ എടുത്ത് തരികയില്ല. ആൾക്ക് ഭയങ്കര മടിയാണ്, എത്ര പറഞ്ഞാലും വീഡിയോ ഒന്നും എടുത്ത് തരില്ല. അപ്പോൾ അനന്തോ നന്ദോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും കതിരുകാള വരെയായിരുന്നു. അപ്പോൾ ഇനി ആ കതിരുകാളയും കൂടെ കണ്ടിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മയെ കാണാനായിട്ട് ഇതാ കതിരുകാളയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി നാളെ രാവിലെ ആകുമ്പോഴേക്കും അമ്മ ചൂര് ചുറ്റാനായിട്ട് ഇറങ്ങും. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി, ഇതാ ഭയങ്കര ഡാൻസും ഒക്കെ കളിച്ച് മേളം കാണിച്ചാണ് പോണത്. അപ്പോൾ ഇവിടെ ഇതാ വിൽക്കാനായിട്ട് ചട്ടിയും കലമൊക്കെ വിൽക്കാനായിട്ടിരുന്ന ഒരു ചേച്ചിയാണ്, ചേച്ചിയുടെ മോളാണ്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ആൾ ഫുൾ ഹാപ്പിയാണ്. സുന്ദരി കുട്ടി അവിടെ കിടന്ന് ഡാൻസ് കളിയായിരുന്നു. അവർ കൂടെ പിടിക്കുന്നുണ്ട്, മോളെ മിണ്ടാതെ നിൽക്കുന്ന ആൾക്ക് ഒരു രക്ഷയുമില്ല, ഭയങ്കര ഡാൻസ്. കുറേയൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, അങ്ങനെ നിന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിലേക്ക്, ഇനി പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ എല്ലാവരും നല്ല ഫോമിലാണ്. ഉത്സവമല്ലേ, എല്ലാവരുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമല്ലേ, എല്ലാവരും ഒന്നങ്ങ് ആഘോഷിക്കട്ടെ. വേറെ അനർത്ഥ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. പിന്നെ ഇപ്പോൾ കെട്ടിയ പാലമാണ്, ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യം ഒരു ചെറിയ പാലമായിരുന്നു, പിന്നെ എന്താ ഡാൻസിനുള്ള പിള്ളേരൊക്കെ തിരിച്ച് ഒരുങ്ങിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.